കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിറങ്ങിയിരിക്കുന്നത്. നമ്മൾ വന്ന ബസ്സാണ് പോകുന്നത് വൈക്കം എറണാകുളം ബസ്. ഈ ഒരു ഭാഗത്തായിട്ട് അങ്ങോട്ടുള്ള വഴി നോക്കാം. അവിടെ ബോർഡ് ചെയ്യുന്നുണ്ടോ, മത്സ്യഫെഡ് എന്ന് പറഞ്ഞ ബോർഡുണ്ട്. പാലേക്കരി ഫിഷ് ഫാം എന്നുവെച്ചിട്ട് അക്വാ ടൂറിസം സെൻ്ററാണ്. നേരെ ഇടത്തേക്ക് ഒരു കവാടമുണ്ട്. മത്സ്യഫെഡ് പാലേക്കരി അക്വാ ടൂറിസം സെൻറ്റർ കാട്ടിക്കുന്ന്. നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ മനോജ്. വൈക്കം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൻ്റെ ഭാഗത്തുനിന്ന് എറണാകുളം റൂട്ടിലുള്ള ബസ് കയറിയിട്ട് ഈ കാട്ടിക്കുന്ന് എന്ന് പറയുന്ന സ്ഥലത്ത് വന്നിരിക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ മത്സ്യഫെഡിൻ്റെ ഫിഷ് ഫാമുണ്ട്, അക്വാ ടൂറിസം സെൻറ്റർ. അപ്പം അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം 400 മീറ്റർ ഉള്ളൂ, 1 കിലോമീറ്റർ പോലും ഇല്ല അക്വാ ടൂറിസം സെൻറ്ററിലേക്ക്. വളരെ അടുത്തല്ലേ, അത് നടന്നു പോകാനേ ഉള്ളൂ. നമ്മളീ പോകുന്ന വഴിക്കുള്ള വഴികളൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇടത് സൈഡിൽ ഇങ്ങനെ കായലിൽ നിന്നുള്ള വെള്ളമൊക്കെ കയറി കിടക്കുക. ഈ സൈഡിലായിട്ട് ഇവിടെ 2 വള്ളം കിടപ്പുണ്ട്. അത് മീൻ പിടിക്കുന്ന വള്ളമാണെന്ന് തോന്നുന്നു. വലയൊക്കെ കാണാം. പിന്നെ ഇത് ഇവിടെ ഒരു തെങ്ങ് നിൽക്കുന്നുണ്ടോ? ആ തെങ്ങിൻ്റെ പകുതി മുക്കാലും എങ്ങനെയോ ദ്രവിച്ചു പോയിരിക്കുക കേട്ടോ. ഒന്നുമില്ല ആ സൈഡിലൊന്നും. എപ്പോൾ വേണമെങ്കിലും ആ തെങ്ങ് താഴെ വീഴാം കേട്ടോ. ആ ഒരു പരുവത്തിൽ ആ തെങ്ങ് അവിടെ നിൽക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ നടന്ന് മത്സ്യഫെഡിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. അപ്പം ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഫെറി സൗകര്യം ലഭ്യമാണെന്നും എഴുതിയിട്ടുണ്ട് കേട്ടോ. ഇത് ടിക്കറ്റ് കൗണ്ടറാണ് ഈ കാണുന്നത്. ടിക്കറ്റ് എടുത്തതിന് ശേഷം അകത്ത് പ്രവേശിക്കാനുള്ള ബോർഡൊക്കെ ഉണ്ട്. അങ്ങനെ പല ബോർഡും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ആ സൈഡിലോട്ടൊക്കെ വഴി കാണുന്നുണ്ട് കേട്ടോ, വലത്തോട്ടൊക്കെ. അപ്പോൾ കൗണ്ടറിലിരിക്കുന്ന ചേട്ടൻ പറയുന്നത് എന്താ വെച്ചാൽ, ഞാൻ വന്നപ്പോൾ കുറച്ച് താമസിച്ചു പോയി. എന്താ വെച്ചാൽ 2 മണിയായി ഞാൻ ഇവിടെ വന്നപ്പോഴേ. അതുകൊണ്ട് ഫുഡിൻ്റെ കാര്യം സംശയമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഫുഡും ഇപ്പോൾ രാവിലെ വരികയായിരുന്നെങ്കിൽ എനിക്ക് 350 രൂപ കൊടുക്കേണ്ടി വന്നേനെ. ഇപ്പം ഉച്ച കഴിഞ്ഞായതുകൊണ്ട് 250 രൂപയ്ക്ക് ടിക്കറ്റ് തരാമെന്നാണ് ചേട്ടൻ പറഞ്ഞു കേട്ടോ. ഇവിടെ മുഴുവൻ നടക്കുന്ന വഴി മുഴുവൻ ടൈലൊക്കെ ഇട്ട് നല്ല ക്ലീനായിട്ട് സംരക്ഷിച്ചിട്ടുണ്ട്. അതിൽ നന്നായി. മുമ്പൊക്കെ ഇവിടെ ചെമ്മണ്ണായിരുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ. ഇത് മുമ്പ് വേറെ വീഡിയോയ്ക്കത് ഞാൻ കണ്ടിട്ടുണ്ട് ഈ ഒരു സ്ഥലത്തെക്കുറിച്ചൊക്കെ. ഇപ്പോൾ ഇവിടെയും ഉണ്ട് നേരത്തെ കണ്ടപോലെ തന്നെ 3 നില ബിൽഡിങ്. വ്യൂ ഇപ്പോൾ ഒരു മുകളിൽ കയറുന്ന നല്ല വ്യൂ ആട്ടോ, അടിപൊളി വ്യൂ. ഇവിടെ ആ കാണുന്ന ബിൽഡിങ്ങില്ലേ ദൂരെ, അവിടെയാണ് നമുക്ക് ചെല്ലേണ്ടത്. അവിടെയാണ് ക്യാൻറ്റീൻ എന്ന് പറഞ്ഞു കേട്ടോ. ഇപ്പം നമ്മൾ നടന്ന ഇവിടെ റെസ്റ്റോറൻറ്റിൻ്റെ അടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ചേട്ടനോട് പറഞ്ഞു നേരെ പോയിട്ട് ഫുഡ് കഴിക്കണം പറഞ്ഞേ. ഉച്ചത്തെ ഒരു ഊണ് ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു മിച്ചം. അപ്പോൾ ഞാൻ വേഗം റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്ത് വന്നിരിക്കുക. ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ വിഭവങ്ങൾ കക്ക, ചെമ്മീൻ, ഞണ്ട്, ചിക്കന്, ബീഫ്, താറാവ് ഇതെല്ലാം ഇവിടെ കിട്ടും. പിന്നെ കരിമീൻ വലിപ്പം അനുസരിച്ച് കേട്ടോ. 150 രൂപ തൊട്ട് 500 രൂപ എഴുതി വെച്ചിട്ടുണ്ട്.
കരിമീൻ്റെ വലുപ്പത്തിനനുസരിച്ച് ഗിഫ്റ്റ് തിലോപ്പിയ അങ്ങനെ ഒരു ലിസ്റ്റ് അവിടെ വെച്ചിരിക്കുന്നത്. സ്പെഷ്യലാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ അകത്ത് നാളെ വന്നിട്ടുണ്ട്. അത് എനിക്ക് ചോറ് കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. അത് ആ മീൻ ഫ്രീ ആട്ടോ. പിന്നെ മെഴുക്കുവരട്ടിയും അച്ചാറും ഒക്കെയാണുള്ളത്. ഇതിൽ ഊണ് കൊള്ളാം കേട്ടോ. അത് 100 രൂപയ്ക്ക് ഇത്ര ഈ മീനടക്കമുള്ളത്. ഇവിടെ അറിയാലോ 150-160 രൂപ തന്നെ ഉണ്ട്. അതിന് കുഴപ്പമൊന്നും. ഇവിടെ ഐസ്ക്രീം വന്നിട്ടുണ്ട്. താങ്ക് യു. കൂടുതൽ പേരൊക്കെ വരികയാണെങ്കിൽ വിളിച്ച് പറയണമല്ലേ? അപ്പോൾ ഏത് നമ്പറിലാണ് വിളിക്കുന്നത്? ഏത് നമ്പറിലാണ് വിളിക്കുന്നത്? ആ ഓക്കെ. അവിടുത്തെ നമ്പർ എടുത്താൽ മതി അല്ലേ? ഓക്കെ. ചോറിൻ്റെ കൂടെ കിട്ടുന്ന ഫ്രീ ഐസ്ക്രീം മാത്രമല്ല. ചായ ഉണ്ടല്ലേ? ഓക്കെ. അപ്പോൾ കടി ആവശ്യമാണെങ്കിൽ കിട്ടുമല്ലോ? ഓക്കെ. ശരി. സാറിന് ഏത് സമയത്ത് ആള് കൂടുതലുള്ളത്? ആള് കൂടുതലുണ്ടല്ലേ? ഓ ശരി. പക്ഷേ അതും അന്ന് ഫീസും കൂടുതലല്ലേ? 50 രൂപ അല്ലേ? 300. അപ്പൊ ഇതിനൊക്കെ കൂടുതലാവോ റേറ്റ്? ഓ ഞങ്ങൾക്ക് ഇന്ന സാധനം വേണം. ഇപ്പൊ ഒരു 10 പേര് 10 പേരെ വരണമെങ്കിൽ ഇപ്പൊ ഈ സാധനം എന്തെങ്കിലും നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ അത് നമ്മൾ വിളിച്ച് പറയണം. വിളിച്ച് ബുക്ക് ചെയ്താലേ നമുക്കത് ഉണ്ടാക്കി വെക്കാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ വേസ്റ്റാകും. നമുക്ക് നാളെ കൊടുക്കാൻ പറ്റിയ ഹോട്ടൽ കടക്കാൻ ചെയ്യണ പോലെ നമുക്ക് ഈ സർക്കാർ സ്ഥാപനത്തിൽ പറ്റില്ല. ഇവിടെ എത്ര മണി വരെ? 5 മണി വരെയുണ്ടോ? ഇത് 5 മണി വരെ. ആ ഭാഗത്ത് അല്ലേ? ഓക്കെ. ഞാൻ ഈ വരുന്ന വഴിക്കൊക്കെ നോക്കിയായിരുന്നു, കണ്ടില്ല. ഇവിടെയല്ലേ? അല്ല, ഇത് ഗവൺമെന്റ് സ്ഥാപനമല്ലേ? ഓ ശരി. ഇപ്പം ഊണൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. ശരിക്കും വീട്ടിലെ ആ ടേസ്റ്റ് തന്നെ. നമുക്ക് വെളിയിലോട്ട് ഇറങ്ങിക്കാം. ഇവിടെ മത്സ്യഫെഡിൻ്റെ ബോട്ട് ഇവിടെ കിടക്കുന്നതാണ്. ഇതിനകത്തൊക്കെ വെള്ളമുണ്ടോ? ഇവിടുന്ന് നമുക്ക് നേരെ ഇത് പക്ഷേ ഫ്ലോട്ടിങ് കേട്ടോ സംഭവം. ഈ ക്യാനിട്ടിട്ട് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാനിട്ട് അതിൻ്റെ മുകളിലാണ്. ഇത് ഫുള്ള് പ്ലാസ്റ്റിക്കിൻ്റെ ക്യാന് അടിയിൽ. എന്നിട്ട് അതിൻ്റെ മുകളിൽ സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടാണ് ഒരു ഫ്ലോട്ടിങ് റൂം ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് കായലിലേക്ക് ഇറങ്ങി ഇങ്ങനെ വന്നിട്ട് നോക്കാം. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും. പേരെങ്ങനെയാ? അജിത്തല്ലേ? ഇവിടുത്തെ പ്രോജക്റ്റ് ഓഫീസർ ഇൻചാർജാണ്. അപ്പോൾ ആ കാണുന്നുണ്ട് കേജ് കൾച്ചറാണ് മത്സ്യകൃഷി കേജിൽ ചെയ്യുന്നത്. ഓ ശരി. നമ്മുടെ ഇവിടെ ഈ കേജുകളിലും എല്ലാം നമ്മൾ മത്സ്യകൃഷി കേജിൽ ചെയ്യുന്നുണ്ട്. കേജിൽ നമുക്ക് തിലാപ്പിയ, കരിമീൻ പോലെയുള്ള അടിയിലേക്ക് നെറ്റ് കിടക്കുക അല്ലേ? നെറ്റ് താഴെ നെറ്റാണ്. കേജാണ്, കൂടാണ്, കൂടി കൃഷി. ശരി.
അപ്പം അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ അല്ലേ? ഇത് നമ്മുടെ റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ നമുക്ക് ഉച്ചഭക്ഷണമൊക്കെ. ഞാനിപ്പോൾ കഴിച്ചോളൂ. നല്ല ഫുഡ്. എല്ലാം ഉൾപ്പെടെയാണ് നമുക്ക് പാക്കേജ് വരുന്നത്. ഞാൻ കാർഡ് തരാം. നോക്കിയിട്ട് നമുക്ക് വിളിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബോട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. നാളെ ഒന്ന് അറേഞ്ച് ചെയ്യാം. നമ്മുടെ സ്റ്റാഫ് ഒന്ന് വരും. ഇത് ഫിഷറീസിൻ്റെ ആണോ ബോട്ട് കിടക്കുന്നത്? ഇത് നമ്മുടെ ഇവിടുത്തെ മത്സ്യബെഡിൻ്റെ തന്നെയാണ്. ബെഡിൻ്റെ ബോട്ടല്ലേ? ചേട്ടാ യൂട്യൂബ് ചാനലിൻ്റെ താങ്ക് യു. പേരെങ്ങനെ? തനീഷ്. ഇത് ഇവിടുത്തെ ചേച്ചിമാരാ. ഇവിടെ ഊണൊക്കെ ശരി. നല്ല ഊണായത് കേട്ടോ. ഞാനിപ്പോൾ കഴിച്ചോളൂ. മീനെ ഇവിടെ പിടിക്കുന്ന മീനൊക്കെ ഇവരാണ് ഊണൊക്കെ റെഡിയാക്കുന്നത്. ആണല്ലേ? അമ്മമാരാ അവരമ്മയെ പരിചയപ്പെട്ടിട്ടുണ്ട്. 5 പേരുണ്ട്. 5 പേരുണ്ടല്ലേ? അവരുടെ ഇരിക്കില്ലേ ക്യാമറ ആയിട്ട്. ടെക് ട്രാവൽ വിത്ത് മനോയിരുന്നു. ഈ കാണുന്ന ഏറിയ മുഴുവൻ ഇവരുടെ അല്ലേ? ഫാമിന്റെ. ഓക്കെ. അവിടെ സ്പീഡ് ബോട്ട് കിടപ്പുണ്ടല്ലോ. സ്പീഡ് ബോട്ട് അത് അകത്ത ഇതിന് വേണ്ടിട്ടുള്ള ഫെറി ബോട്ടാണ്. അവിടെ പാസഞ്ചർ പ്രായമായിട്ടുള്ളവരൊക്കെ ഇല്ലേ, നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരൊക്കെ നമ്മൾ ആ പാർക്കിംഗ് ഏരിയയുടെ അവിടുന്ന് ഇവിടം വരെ കൊണ്ടുവരും. അത് നിങ്ങളുടെ ബിൽഡിംഗ് ആണ് കാണുന്നത്? അവിടെ ഇത് 127 ഏക്കർ ഉണ്ട്. ഗേറ്റ് ഇല്ലേ ചേട്ടൻ? ഗേറ്റിൽ നിന്നല്ലേ വന്നത്? ശരി. നടന്നു വന്നല്ലേ? എങ്ങനെ വന്ന? നടന്നു തന്നെയാ വന്നത്. ആ കാണുന്ന ഗേറ്റ് വന്ന ഗേറ്റ് അല്ലേ? വന്ന ഗേറ്റിന്റെ അപ്പുറത്താണ് വന്ന ഗേറ്റ്. ശരി. ഇപ്പൊ ആ കാണുന്ന അവിടെ വരെ ഉള്ളു പാർക്കിംഗ് ഉള്ളു. അവിടം വരെ വണ്ടികൾ വന്നിട്ട് അവിടെ നിന്ന് ഈ നടപ്പാത വഴി, ട്രെയിനിട്ട നടപ്പാത വഴി ആൾക്കാരിങ്ങനെ വരും നടന്നു. പിന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ളവരാ ഇവിടുന്ന് നമ്മൾ ഈ ബോട്ടിൽ നമ്മൾ അവിടെ ചെന്ന് ആൾക്കാരെ അവിടെ ഗേറ്റിൽ ടിക്കറ്റ് അടിക്കും. ഞാൻ അവിടെ നിന്ന് നടന്നു തന്നെയാ വന്നേ. ഫെറി ബോട്ടിന്റെ ബില്ല് അവിടെ അടിക്കും. ബില്ല് 50 രൂപ കൊടുത്ത് അടിച്ചു കഴിഞ്ഞാൽ 50 രൂപ അടച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ടും കൊണ്ടുവരും. തിരിച്ച് റിട്ടേൺ ഇവർ പോണ സമയത്ത് നമ്മൾ നടക്കേണ്ട ആവശ്യമില്ല. പ്രായമുള്ളവർ ഈ കാലിലും വയ്യാത്തവരൊക്കെ എത്ര നടന്നു വരാൻ പാടാല്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ ബോട്ട് അവിടെ ഇട്ടേക്കണം. പിന്നെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും രാവിലെ വരുമ്പോഴത്തേക്കും ചായ ഉണ്ട്. മിഷൻ ചായ ഉണ്ട്. അത് കുടിച്ചതിന് ശേഷം അത് കഴിഞ്ഞ് പിന്നെ മീൽസ്, മീൻകറി കൂട്ടി ഊണ്, അവിയൽ തോരൻ, ഇങ്ങനെ ഇതൊക്കെ വെച്ചിട്ട് നല്ല വിഭവസമൃദ്ധമായിട്ടൊരു ഊണുണ്ട്. അതിന്റെ കൂടെ ഒരു ഐസ്ക്രീം ഉണ്ട്. പിന്നെ നമുക്ക് അത് കഴിഞ്ഞിട്ട് ഊണൊക്കെ കഴിച്ചിട്ട് റെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വന്നു കഴിഞ്ഞാൽ പെഡൽ ബോട്ടുകൾ, ഈ കാണുന്ന പെഡൽ ബോട്ടുകളുണ്ട്. പിന്നെ റോയിങ് ബോട്ട്, വള്ളമുണ്ട്, കൊട്ടവഞ്ചി, ഇതൊക്കെ നമുക്ക് ഇവിടെ ഉപയോഗിക്കാം. കൊട്ടവഞ്ചി, കയാക്കൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ടല്ലേ? എല്ലാം ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മളിവിടെ ആൾക്കാർ വന്നവർ ഊണൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നിട്ട് റെസ്റ്റ് ചെയ്ത് ഇവിടെ പിള്ളേരുടെ പാർക്ക് ഉണ്ടല്ലോ, ഈ പാർക്ക് ഈ സൈഡിൽ കാണാം. അങ്ങോട്ട് ഉണ്ട്, അവിടം വരെയൊക്കെ ഉണ്ട്. കണ്ടോ? ശരി. ഇവിടെയൊക്കെ വന്ന ആൾക്കാരിങ്ങനെ അവിടെ കൊണ്ട് തീരുവോ? അവിടെ കൊണ്ട് തീരുവാണോ? ഇല്ല, അവിടെ നിന്ന് ഇച്ചിരി അങ്ങോട്ട് അപ്പുറത്തും ചെറിയ 1-2 കളി ഉപകരണങ്ങളൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വന്ന ആൾക്കാർ വന്നിരിക്കും. അതിനുശേഷം നേരെ ഇവിടെ നിന്ന് റെസ്റ്റ് എടുത്തിട്ട് പെഡൽ ബോട്ടുകളൊക്കെ ചവിട്ടുകയും ആക്ടിവിറ്റീസ്. നല്ല ആളായിരിക്കും അല്ലേ? സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ഒരു ആവറേജ് ഒരു 10-300 മേലിൽ ആൾക്കാരുണ്ട്. വിളിച്ച് ബുക്ക് ചെയ്യും. 20 പേരുടെ മേലോട്ടുണ്ടെങ്കിൽ നമ്മളിവിടെ വിളിച്ചിട്ട് ബുക്ക് ചെയ്യണം. ഫോണിൽ വിളിച്ച് പറയും 20 പേരുടെ ഇതുണ്ട് എന്ന് പറയും, അഡ്വാൻസ്. പിന്നെ ചെറിയ ചെറിയ ബർത്ത്ഡേ പരിപാടികളും അതൊക്കെ നടത്താൻ ഹോളുണ്ട് അവിടെ. 70 പേർക്ക് ഇരിക്കാവുന്ന ഒരു വലിയൊരു ഹോളുണ്ട് അവിടെ. അങ്ങനെയുള്ളതൊക്കെ അവിടെ വലിയ ഹോളിൽ നടത്തും. പിന്നെ ഒരു 20-25 പേരുടെ പരിപാടിയൊക്കെ ആണെങ്കിൽ, ചെറിയ ഇതൊക്കെ ആണെങ്കിൽ ഈ വാതിക്കെ കാണുന്ന ഫ്ലോട്ടിംഗ് റെസ്റ്റോറന്റ് ഇല്ലേ, ഇപ്പൊ ചേട്ടൻ കയറില്ല, അതിനകത്തൊരു 20 പേരുടെ ഒക്കെ പരിപാടി, 20-25 പേരുടെ ഒക്കെ ഇതൊക്കെ ചെറിയ പരിപാടിയൊക്കെ അതിനകത്ത് നമ്മൾ വെച്ചിട്ട് പിന്നെ മൈക്കും സ്പീക്കറൊക്കെ ഇവിടെ കൊടുക്കും. അതിന് ചെറിയൊരു നിശ്ചിത 500 അങ്ങനെ എന്തൊരു ചെറിയ റേറ്റ് ഉണ്ട്. പിന്നെ എക്സ്ട്രാ വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എക്സ്ട്രാ വരുന്നത് സ്പീഡ് ബോട്ട്. ആ സ്പീഡ് ബോട്ട് കാണിച്ചു തരാം. കൊട്ടവഞ്ചിയൊക്കെ എക്സ്ട്രാ ഒരാൾക്ക് 50 രൂപ ഉണ്ട് കേട്ടോ. പെഡൽ ബോട്ടും റോയിങ് ബോട്ടും നമ്മളിവിടെ ടിക്കറ്റിലുള്ളത്. ഇത് സ്പീഡ് ബോട്ട് വേണ്ട. എത്ര പേരുടെ? 8 പേരുടെ അല്ലേ? 8 പേരുടെ കപ്പാസിറ്റി. നമ്മൾ ഇവിടുന്ന് ഒരു 20 മിനിറ്റ് കായൽ ഇറക്കും. ഇതൊക്കെ ഈ കാണുന്നതൊക്കെ ഒരു ദ്വീപുകളാണ്. അതെല്ലാം ദ്വീപുകളാണ്. അതൊരു ദ്വീപാണ്, അപ്പുറത്ത് കാണുന്നത് ദ്വീപാണ്. 3 ദ്വീപുകളായി കാണുന്നത്.
അതിന്റെ പുറകിലുള്ള ദ്വീപിൽ ഒരു ആൾത്താമസമുള്ള ദ്വീപാണ് പെരുമ്പളം എന്ന് പറഞ്ഞൊരു 15,000-ലധികം ആൾക്കാർ താമസിക്കുന്ന ദ്വീപുണ്ട് അവിടെ. പിന്നെ അപ്പുറത്ത് അത് ദ്വീപല്ലേ? ഇത് ദ്വീപ്, അത് ദ്വീപ്, പെരുമ്പളം ദ്വീപ്, പിന്നെ ഈ കാണുന്നത് അത്, അങ്ങനെ ഒരു 5, 6, 7 ദ്വീപുകളുണ്ട്. അവിടെയൊക്കെ ആൾക്കാരുള്ളതല്ലേ? അവിടെ താമസമില്ല, താമസമുള്ളത് പെരുമ്പളം ദ്വീപിൽ മാത്രമേ ഉള്ളൂ. അവിടെ ഒരു 15,000-ലധികം ആൾക്കാർ താമസിക്കുന്നുണ്ട്. അവർക്ക് വേണ്ടിയിട്ട് ഗവൺമെന്റിന്റെ ബോട്ട് ഇവിടെ ഒരു 7 ബോട്ടുകൾ കിടന്ന് ഓടിക്കുന്നുണ്ട്. ആ ബോട്ടിലാണ് അവര് പുറത്തോട്ട് പോണത്. ഈ ബോട്ട് സാറ്റർഡേ സൺഡേ ഹോളിഡേയ്സ് ഒക്കെ അത്യാവശ്യം ആളുണ്ടാവും. വർക്കിംഗ് ഡേയ്സിൽ ഇപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു കുറച്ച് പേരൊക്കെ ഉണ്ടാവുള്ളൂ. ഈ തിങ്കള് മുതൽ ശനി വരെ ഫാമിന്റെ 8-ന്റെ എഞ്ചിനാ, പവർ ബോട്ടല്ല, മറ്റേ നമ്മൾ കായൽ കാലത്ത് കണ്ടു വീശണ തണ്ടുറക്കത്തെ പോലെ വീശണ്ട. ഇത് വലിയ ബോട്ടാണല്ലോ, അത് ചെറുതല്ലേ? വലുതാണ്, എഞ്ചിൻ വലുത് വെച്ചെങ്കിലേ വീശാൻ പറ്റുള്ളൂ. ഇത് ബോട്ട് വലുത്, എഞ്ചിൻ ചെറുതാ. ഇതാ മറ്റേ ഇതിന്റെ പേര് ചാടുന്ന സംഭവം. ഈ മഴ വരുമ്പോഴേ വീണ് കിടന്ന് മഴ. ലൈഫ് ജാക്കറ്റ് ഒക്കെ എല്ലാവർക്കും ഉണ്ടല്ലേ? ഇപ്പം ലൈഫ് ജാക്കറ്റ് സംഭവമൊക്കെ ഉണ്ട്, പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ധൈര്യമായിട്ട് വന്ന്. ഇതുവരെ കയാക്കിങ്ങിന്റെ നല്ല വെയിറ്റ് ഉണ്ടല്ലേ? 2 കിലോ വെയിറ്റ് ഉണ്ടോ? ഇത് വെയിറ്റ് കുറവുണ്ടോ? ഇത് സിംഗിൾ കയാക്കിന്റെ ആണ്. ഇപ്പൊ വാങ്ങിച്ചത് ഡബിൾ കയാക്കിന്റെ, അതിനാണ് വെയിറ്റ് കൂടുതൽ. ഓക്കെ. പെഡൽ ബോട്ട് ചവിട്ടണുണ്ടോ? പെഡൽ ബോട്ട് ചവിട്ടിയേക്കാം. ചേട്ടൻ ചുമ്മാ ജസ്റ്റ് ചവിട്ടിയാ മതി. ആണോ? ഡയറക്ഷൻ എങ്ങനെ കൺട്രോൾ ചെയ്യും? ഡയറക്ഷന്റെ സെന്ററിലുള്ള ലിവർ വേണ്ട. ജാക്കറ്റ് വേണം? ജാക്കറ്റ് മതി. ഇതുവഴി ഇറങ്ങാലോ അല്ലേ? നമ്മളിപ്പോ ലെഫ്റ്റ് വെച്ചിട്ട് ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്, ലെഫ്റ്റോട്ട് വളഞ്ഞു വരും. അങ്ങോട്ട് ഇടത്തോട്ട് ലൈറ്റോട്ട് വെച്ച് ഇങ്ങോട്ടും വെക്കാം, നേരെയും വെക്കാം. നേരെ പോകും. അങ്ങനെയാണോ? ബാക്കില് കൺട്രോൾ ചെയ്യുന്നുണ്ട്, മറ്റേ ബാക്കിൽ മറ്റേ സാധനം തിരിയും, വീശുന്നുണ്ട്. ഈ ബൗണ്ടറിയുടെ അകത്താണ് ഈ കുറ്റിയൊക്കെ കണ്ട. ഇവിടെ ഈ കുറ്റി അടിച്ചൊക്കെ വേണ്ട, ഇത് നേരെ ഫ്രണ്ടില് അതിനകത്ത് മാത്രം പോയാൽ മതി കേട്ടോ. അത്രയൊന്നുമില്ല, ഞാൻ ഇത് നേരെ തിരിച്ചിട്ട്. ഇപ്പൊ നമ്മള് ഇങ്ങനെ ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. ജാക്കറ്റ് ഒന്നും ഇവിടെ ശരിയാകത്തില്ല. സംഗതി കൊള്ളാം കേട്ടോ, തണുത്ത കാറ്റേ കൊണ്ടേ. ഇപ്പോഴും മഴക്കാറാണ് കേട്ടോ. വെയിലത്തൊക്കെ വന്നു കഴിഞ്ഞാൽ തണുത്ത കാറ്റൊന്നും കാണുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം മഴക്കാറായോണ്ടേ ചെറിയൊരു ഇതൊക്കെ ഉണ്ട്, കൂളിംഗ് ഒക്കെ ഉണ്ട്. ഇവിടെ കുറേ കുറ്റിയൊക്കെ നാട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലൊക്കെ പോയിട്ട് വരാനാണ് പുള്ളി പറഞ്ഞത്. ഇവന് നേരെയല്ലേ കിടന്നത്, ഇപ്പം നമ്മൾ വലത്തേക്കാക്കാം. എന്നുവെച്ചാൽ കുറ്റിയുടെ ഭാഗത്തേക്ക് അങ്ങ് പോകുന്നു. തിരിച്ചു വിട്ട് പുറകോട്ട് പോകും. കുറ്റിയുടെ അപ്പുറത്ത് പോയി കേട്ടോ. കുറ്റി വരെ പോകാൻ പാടില്ലെന്ന് പറഞ്ഞേ. ഇനിയിപ്പോൾ ഞാൻ തിരിക്കാൻ നോക്കിയല്ലേ കുറ്റിക്കിട്ട് പോയടിക്കും. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ നിന്ന് സൂര്യൻ്റെ വെട്ടവും നല്ലപോലെ അടിക്കുന്നുണ്ട്. ശനി ഞായർ ദിവസമൊക്കെ വരുമായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ. ഇപ്പം ഈ ഒരു സമയത്തെ ഇപ്പം ഞാൻ വന്നിരിക്കുന്നത് വ്യാഴാഴ്ചയല്ലേ, വ്യാഴാഴ്ച ഉച്ച സമയത്താണ് വന്നിരിക്കുന്നത്. കാരണം വൈകിട്ടൊക്കെ ആയിരിക്കും ആൾക്കാരുള്ളത്. അപ്പോൾ ഈ ഒരു ബോട്ടിങ് ചെയ്യുന്നതിന് പ്രത്യേക ഫീസൊന്നുമില്ല, ആ പാക്കേജിനകത്തുള്ളതാണ്. അപ്പോൾ ഞാൻ 2:30 കഴിഞ്ഞ് വന്നതുകൊണ്ട് 100 രൂപ മേടിച്ചിട്ടുള്ളൂ.
മറ്റേത് ശനി ഞായറൊക്കെ കൂടുതലായിരിക്കും കേട്ടോ, 250-300 ഉണ്ട്. ക്രാഷ് ലാൻഡ് ചെയ്യുമെന്ന് സംശയം. അവിടെ വെച്ച് കയ്യിൽ നിന്ന് പോയി, കുറ്റിയുടെ അപ്പുറത്തോട്ട് പോയി. പൊളിച്ച് അടിപൊളി, നല്ല സുഖമുണ്ട് ഊഞ്ഞാലാടാൻ. അപ്പുറത്ത് വേലിയുണ്ട്, അതുകൊണ്ട് തന്നെ പേടിക്കണ്ട. നല്ല കാറ്റും കൊട്ടി ഇങ്ങനെ കിടക്കാം കേട്ടോ, അടിപൊളിയെ. ഈ സ്ഥലം കൊള്ളാം കേട്ടോ, ആകെ മൊത്തം ഒരു സുഖമുള്ള അന്തരീക്ഷമാണ് ഈ ഭാഗത്തൊക്കെ. നല്ല കാറ്റ്, 2 സൈഡിൽ നല്ല കാറ്റ്. നമ്മൾ വരുമ്പോഴേ നമ്മുടെ ആ ക്ഷീണം അങ്ങ് മാറി കിട്ടും. ഇത്രയും ദൂരം കാണുന്നൊന്നുമില്ലേ, ആ ക്ഷീണം മാറി കിട്ടും. പിന്നെ പ്രായം ചെയ്യുന്നവർക്ക് ബോട്ട് സർവീസ് ഉണ്ട് കേട്ടോ. അപ്പം ഈ സ്പീഡ് ബോട്ടിൽ പോയിട്ട് കൂട്ടിക്കൊണ്ട് വരും, അതുപോലെ തന്നെ തിരിച്ചു കൊണ്ടുവിടും. പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നടക്കാനൊന്നും പറ്റത്തില്ല. ഏകദേശം ഇവിടെ കൊണ്ട് തീരുകയാണെന്ന് തോന്നുന്നു, ഇത്ര ഉള്ളായിരിക്കും. ഇവിടെ ഒന്ന് സൺസെറ്റ് കാണാൻ പറ്റുമോ? കുറച്ചൊക്കെ കാണാൻ പറ്റുമായിരിക്കും. ഞാൻ നേരത്തെ കയറിയിരുന്ന കുട്ടികൾക്കുള്ള ഊഞ്ഞാലായിരിക്കും കേട്ടോ. ഇത് വലിയവർക്കുള്ള ഊഞ്ഞാൽ ഇത് ഇവിടെയുണ്ട് കേട്ടോ. ഇപ്പം ഞാൻ നടന്ന് തിരിച്ച് ഇവിടെ വന്നിരിക്കുക. ഇവിടെ മുഴുവൻ കാക്കയാണ്, ഇഷ്ടംപോലെ കാക്ക. ഓ, ഇവിടെ സൺസെറ്റ് കാണണം എന്നൊക്കെ വിചാരിച്ചാൽ ഇവിടുത്തെ അതിൻ്റെ ഒത്തിരി രാത്രിയായപ്പോൾ കണ്ടില്ലേ, പിന്നെ കണ്ടോ താഴെ റിഫ്ലക്ഷൻ കണ്ടോ. അടിപൊളി. അപ്പോഴേ ഈ സ്ഥലം എന്ന് പറഞ്ഞാലേ അടിപൊളി സ്ഥലം, ഒന്നും പറയാനില്ല, കുറ്റമൊന്നും പറയാനില്ല. നല്ല കാറ്റും കൊണ്ട് ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ബോട്ടിങ്ങൊക്കെ ചെയ്ത് കറങ്ങി അടിച്ചിട്ട് പോകാൻ പറ്റിയ സ്ഥലം കേട്ടോ. അവർ ഈ ഫേസ് എടുക്കരുതെന്ന് ഭയങ്കര പ്രശ്നമാണ് പലർക്കും. അപ്പോൾ അതുകൊണ്ട് ആളുകളെയൊക്കെ ഒഴിവാക്കിയിട്ട് ഒരു വിസിറ്റ് ടൈം അല്ലാത്ത ഒരു ടൈം നോക്കിയിട്ടാണ് ഞാനീ വന്നത് ഇങ്ങോട്ട്. അപ്പോൾ നിങ്ങൾ വരുമ്പം ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ പേരുണ്ടെങ്കിൽ ഇവിടെ വിളിച്ചു പറഞ്ഞ് നമ്പർ ഞാൻ കാണിക്കാം. അപ്പോൾ ആ നമ്പറിൽ വിളിച്ചു പറഞ്ഞിട്ട് ബുക്ക് ചെയ്തിട്ട് വരിക. ആ ഫുഡിൻ്റെയും ഊണിൻ്റെയൊക്കെ റേറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. കാണാത്ത സ്കിപ്പ് ചെയ്ത് കണ്ടവരാണെങ്കിൽ പുറകോട്ട് റിവേഴ്സ് അടിച്ച് കാണുക. ആയി നല്ല രസം, നല്ല സുഖമുണ്ട് കാണാനായിട്ട്. ഇപ്പോൾ 4 മണിയായിട്ടുണ്ട് സമയം. 2 മണിക്കൂർ നിന്ന് സൂര്യാസ്തമയം കാണാമായിരിക്കും.
പക്ഷേ അതിനുവേണ്ടി നിൽക്കുന്നില്ല. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പം തിരിച്ചങ്ങ് പോവുക. ഇനി വരുമ്പോൾ ഇവിടെ ഒരു 3 നില ബിൽഡിംഗ് ഉണ്ട് കേട്ടോ. ഇതെന്താ സംഭവം നോക്കാം. ഇത് സന്ദർശക ഗാലറി കേട്ടോ, വ്യൂ ഡെക്ക് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുകളിൽ നിന്ന് കയറി നോക്കാം. കയറാൻ പറ്റുമോ അറിയത്തില്ല. ഇവിടെ നല്ല നല്ല വ്യൂ കേട്ടോ, നന്നായിട്ട് കാണാം ചുറ്റും. കുറേ ഫിഷിംഗ് നെറ്റ് പോലത്തെ സംഭവമൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് കട്ടിയുള്ള നെറ്റ്. ഇതിന് മുകളിലൂടെ കയറി നോക്കാം. ഇവിടെ കുറേ പേരെഴുതി ചെയ്യാണ്ടല്ലേ. എവിടെ പോയാലും ഉണ്ട് ഇതുപോലത്തെ പരിപാടി. എല്ലാം ലവ് ബേർഡ്സ് ആണ് ഇവിടെ എല്ലാം. ഇവിടെ നല്ല വ്യൂ. അടിപൊളിയാ. ഇവിടെ പ്രാവിൻ്റെ കാട്ടോ എന്തോ സംഭവം ഇങ്ങനെയുണ്ട്. പ്രാവും കാട്ടോ, പ്രാവിൻ്റെ അതായിരിക്കും പ്രാവ്. ഇവിടെ ഇവൻ്റെ പരിപാടിയാണ് ഇതൊക്കെ. കൊള്ളാം. നമ്മളിപ്പോൾ അവിടെ പോയിരുന്നിട്ടാണ് ഫുഡൊക്കെ കഴിച്ച് അങ്ങേറ്റം വരെയൊക്കെ നമ്മൾ പോയിരുന്നു. ബോട്ടിങ് നടത്തിയ സ്ഥലം അവിടെ കാണുന്നത്. ഇവിടെ ചെറിയോരോ ദ്വീപുകളാണ് പറഞ്ഞത് അല്ലേ. ആ കാണുന്നൊക്കെ ദ്വീപാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ ഒരു കമൻറ്റ് എന്തെങ്കിലും എഴുതുക. അപ്പോൾ വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളെനിക്ക് പറഞ്ഞു തരിക, ഞാനത് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം കേട്ടോ. ബൈ.